ഹലക്കൽ മുക്തിറൂൻ, സമ്പത്ത് ഒരുപാടുണ്ടാക്കണമെന്ന സമ്പത്തിന്റെ പിന്നാലെയുള്ള പോക്ക്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുണ്ടായെങ്കിൽ അയാൾക്ക് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാമല്ലോ, കുറെ സകാത്ത് കൊടുക്കാലോ, കുറെ ആളുകളുടെ കണ്ണീരൊപ്പാമല്ലോ, വീടില്ലാത്തവർ വീടുണ്ടാക്കി കൊടുത്തൂടെ. അങ്ങനത്തെവരെ കുറിച്ചല്ല ഈ പറയുന്നത്. പൈസ ഉണ്ടാക്കാതെ മാത്രം, വേറൊന്നും ലക്ഷ്യമില്ല. എത്രയോ സമ്പാദ്യങ്ങളുണ്ടായിട്ട് അബുദാബിയിൽ തന്നെ ഒരു ഫാമിലി ഉണ്ട് എന്ന് പറഞ്ഞു. മക്കളൊന്നും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരുപാട് പൈസ ഉണ്ട്, അള്ളാഹു ഒരുപാട് നിഅമത്ത് കൊടുത്തതാണ്. ഞങ്ങളിപ്പോ ഇന്നിങ്ങനെ വരുമ്പോ ഇങ്ങനെ കാര്യം പറയാം, ആഴ്ചയിൽ 1 കിലോ മത്തിമീനെ വാങ്ങുള്ളൂ എന്നാണ്. വയക്കുറ വാങ്ങാൻ പറ്റാത്തോണ്ടല്ല, പക്ഷെ പൈസയല്ലേ, തീർന്നു പോകൂലേ. അങ്ങനെ മടങ്ങുന്നൊന്നും മടുക്കാത്തൊരു ഫാമിലി ഉണ്ടെന്ന് പറയുന്നുണ്ട്. കൂടെ ഉണ്ടോ അല്ല അള്ളാഹു വേണം, അതറിയുന്ന ഒരു കൂടെ ചെയ്തിന്റെ സുഹൃത്ത് പറയാം, എന്താ ഇപ്പൊ ചെയ്യാന്ന്, ഒരുപാടുണ്ട് പക്ഷെ വാങ്ങൂല, സമ്പത്തല്ലേ കുറഞ്ഞു പോകുമോ, അങ്ങനെ പേടിക്കണം. അങ്ങനൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നിഅമത്ത് ചെയ്താൽ ആ നിഅമത്ത് കാണാൻ അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹു നിഅമത്ത് ചെയ്ത ആൾക്കാർ ഫക്കീറന്മാരെ പോലെ ജീവിക്കേണ്ട കാര്യമില്ല. അവരെന്ത് ചെയ്ത് അഹങ്കാരം നടിക്കരുത്. ഇതാണ് വിഷയം. ബോട്ടം ലൈൻ അതാണ്, അഹങ്കാരം ഉണ്ടാവരുത്. അല്ലാഹു നിഅമത്ത് കൊടുത്തു, നല്ല ഡ്രസ്സ് ഇടാൻ പറ്റുന്നു, നല്ല ഡ്രസ്സ് ഇട്ടോട്ടെ, എന്താ കുഴപ്പമില്ല. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. സ്വഹാബികൾ ചോദിച്ചല്ലോ നബിയെ, അഹങ്കാരം എന്ന് പറയുമ്പോൾ യുഹിബ്ബു അഹദുനാ, ഞങ്ങൾ ഒരാൾക്ക് ഇഷ്ടമാണ്, അൻ യകൂന ഖമീസുഹു വ നഅലു, ഒരു മനുഷ്യന്റെ വസ്ത്രവും ചെരുപ്പൊക്കെ നല്ലതാവാൻ ഇഷ്ടപ്പെടുന്നു, ഇത് അഹങ്കാരത്തിൽ പെടുമോ നബിയെ? ഞങ്ങൾ പറഞ്ഞു അല്ല, അഹങ്കാരം എന്ന് പറയുന്നത് സത്യം ബോധ്യപ്പെട്ടിരിക്കെ അംഗീകരിക്കാതിരിക്കലാണ്. അത് ബോധ്യപ്പെട്ടു, അത് കേൾക്കൂല, അത് ശരിയാവില്ല, അങ്ങനെ ചിന്തിക്കുന്നതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ല എന്ത് തെളിവുണ്ട്, ഞങ്ങൾ കേൾക്കൂല. അങ്ങനെയുള്ള ആ സമീപനം അഹങ്കാരമാണ്. അല്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു തആല നിഅമത്ത് ചെയ്തു കൊടുത്തൊരു കുഴപ്പമില്ല. ഇവരുടെ മുമ്പിലേക്കാണ് ഒരാൾ റസ്തസിയാബി, പൊട്ടിപ്പൊളിഞ്ഞ വസ്ത്രട്ട് വന്നത്. തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് സമ്പത്തുണ്ടോ? ഉണ്ട് നബിയെ, എന്തൊക്കെയുണ്ട്? എല്ലാം ഉണ്ട്, ഒട്ടകുണ്ട്, അതുണ്ട്, കച്ചവടമുണ്ട്, തോട്ടങ്ങളുണ്ട്. എന്നാൽ പിന്നെ നല്ല വസ്ത്രട്ട് വന്നൂടെ എന്ന് നബി തങ്ങൾ അയാളെ ഗുണദോഷിച്ചത് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഇത് നബി തങ്ങൾ പറയാണ്, ഹലക്കൽ മുക്തിറൂൻ, സമ്പത്തുണ്ടാക്കണം, കുറെ പൈസ ഉണ്ടാക്കണം. അതിങ്ങനെ ഉണ്ടായി കാണുമ്പോൾ ഒരു റാഹത്ത്, ഇടക്കിടക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ നോക്കുമ്പോൾ മാഷാ അല്ലാഹ് തീർന്നിട്ടില്ലല്ലോ, അവിടെ കറണ്ട് ബില്ല് കുറിച്ച് പോയി അപ്പൊ ഒരു സങ്കടം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിദേശം വന്നപ്പോ ഒരു വിഷമം. അങ്ങനെയൊന്നുമില്ല. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി പുതിയൂറി നടക്കുന്ന ആളുകൾ ഹലക, അവർ നശിച്ചു പോയിരിക്കുന്നു. ഇന്നൽ മുഖ്സിരീന അൽഖല്ലൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇതുപോലെ സമ്പത്ത് ഒരുപാടുണ്ടാക്കാൻ കൂടി നടന്ന ആളുകൾ അൽഖല്ലൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒന്നുമില്ലാത്തവരാണ്. ഇല്ലാ മൻ ഖാല ബിൽ മാലി ഹാകദാ വഹാകദാ വഹാകദാ, കിട്ടുന്ന സമ്പത്ത് അവിടെയും ഇവിടെയും ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഇങ്ങനെ വീതിച്ചു കൊടുത്ത ആളുകൾ ഒഴികെ ഖലീലും മാഹും, അതൊക്കെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. നബി തങ്ങൾ പഠിപ്പിക്കാൻ അങ്ങനത്തെവരൊഴികെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവർ ഹലക. എത്രയോ കച്ചവടക്കാർ ഭയങ്കര അത്ഭുതമാണ്. ആ ക്യാഷിൽ നിന്ന് പോന്ന മറ്റോ മോഷ്ടിക്കോ എന്നുള്ള പേടി കൊണ്ട് രാത്രി 12 മണി വരെ മൂപ്പര കട പൂട്ടി പോരെ, അവര് സുബഹിക്ക് തുറക്കാൻ മൂപ്പരന്നെ പോവുമാണ്. പിന്നെ ഇടക്ക് മൂത്രയ്ക്കാൻ പോവുകയാണെങ്കിൽ ഷട്ടറിനെ താത്തി പൂട്ടിട്ട് എപ്പ വരട്ടോ. ഇങ്ങനെയൊക്കെ എന്തിനാണ്? ഹലക്കൽ മുഖ്സിറൂൻ. എന്നിട്ട് ഒരു ഖുർആൻ ക്ലാസ്സിനോ, ഒരു സ്വലാത്തിനോ, ഒരു ദിക്റിനോ, ഒരു വാദിനോ, ഒരു നല്ല കാര്യത്തിനോ വലിയ നേരല്ല. കച്ചവട ബിസിനസ് കൊണ്ട് കുടുങ്ങിപ്പോയി. ഹലക്കൽ മുഖ്സിറൂൻ. എന്തിനാണ് ഉണ്ടാക്കുന്നത്? ആഖിറം നേടാനാണെന്നാണ്. ആഖിറം നേടാനുള്ള ഒരു പണിയും ചെയ്യുന്നില്ല. ഇതങ്ങനെ ഉണ്ടാവട്ടെ, വരട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു സമ്പത്ത് കുറഞ്ഞു പോകുമ്പോഴേക്കും പേടി, ഭയങ്കര വിഷമം. إنه لا يدخل الجنة لحم نبت من سحت النار أولى به, നരകത്തിൽ നിന്ന്, തീയിൽ സുഹത്തിൽ നിന്ന്, ഹറാമിൽ നിന്ന് പരിപോഷണം സിദ്ധിച്ച ഒരു ശരീരവും സ്വർഗത്തിൽ കടക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൽ നബത മിൻ സുഹത്തിൻ, ഹറാമിൽ നിന്ന് ഉണ്ടായ ഒരു ശരീരവും സ്വർഗത്തിലേക്ക് കടക്കുകയില്ല. അന്നാറു ഔലാ ബിഹി, നരകമാണ് ആ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ നമുക്കറിയേണ്ടത് ഏതൊക്കെ ഭാഗമാണ് അള്ളാഹു നമുക്ക് ഇഷ്ടപ്പെടാത്തത്, എന്തിനെ സംബന്ധിച്ചാണ് അള്ളാഹു തആല പാടില്ല എന്ന് പറയുന്നത്, ഏതാണ് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഹറാമായ സമ്പാദ്യങ്ങൾ എന്തൊക്കെയാണ്. ഇതിൽ ഒന്ന്, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമാ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൂന സഈറാ. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ, യതീമുകളുടെ സമ്പത്ത് തിന്നുന്നവർ, യതീം കുട്ടികൾക്ക് വേണ്ടി പിരിവെടുത്ത് തിന്നുന്നവർ, ദുൽമൻ,
അക്രമം ചെയ്തു അവരെ തിന്നുന്നവർ, ഒരു യതീമിനെ സംരക്ഷിക്കാൻ, ആ യതീമിനെ സംരക്ഷിക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു. പക്ഷെ ഈ മനുഷ്യനാണ് അവരെ നോക്കുന്നത്, ഇയാൾക്ക് ജീവൻ നിലനിൽക്കാൻ പോലും ഭക്ഷണം കിട്ടുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ അവർക്ക് കിട്ടുന്ന ഭക്ഷണം കഴിച്ചു. അത് ദുൽമല്ല, നിവർത്തിയില്ലല്ലോ, അയാൾ വെച്ചുപോലെ ഇവരെ നോക്കണമെങ്കിൽ അയാൾ വേണ്ടേ. അങ്ങനെ തിന്നതിനെ കുറിച്ചല്ല, യതീമുകളുടെ പേര് പറഞ്ഞ് പിരിവടക്കുക, എന്നിട്ട് പല വഴിക്കും ചെലവഴിക്കുക. അത് ഭയങ്കര ഗുരുതരമായ തെറ്റാണ്. സ്വന്തം വയറുകളിൽ നരകമാണ് അവർ തിന്നുന്നത്. അവർ നരകത്തിലേക്കാണ് പോകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അറിയുന്നൊരു കച്ചവടക്കാരൻ, ബിസിനസ്സൊക്കെ ഉള്ള ആളാന്ന് പറഞ്ഞു, അല്ലയിൽ കുറെ ഷോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം യതീമക്കളെ സംരക്ഷിക്കണമെന്ന വലിയ ആഗ്രഹത്തിൽ യതീം കുട്ടികൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എല്ലാ മാസവും ഒരാളുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ മാസം എന്താ സംഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നീട് ഈ പൈസ വാങ്ങിപ്പോണ ഉസ്താദിനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ യതീംകുട്ടിക്ക് തന്നെ ഈ പൈസ കൊടുക്കണില്ലേ? എന്റെ ഒരു സമാധാനത്തിന് ഞാൻ ചോദിച്ചു, യതീംകുട്ടിക്ക് തന്നെ കൊടുക്കണില്ലേ? അത് നമ്മൾ സംഘടനയാണ് കൊടുക്കുന്നത്, നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന് എടുക്കുകയാണ്. ഇവിടെ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിനാണ് കൊടുക്കുന്നത്. പറഞ്ഞു, ഞാൻ തരുന്നില്ല കേട്ടോ, ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. യതീമക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ തരികയാണ്, അത് യതീമക്കൾക്ക് കൊടുക്കാനാണ് ഞാൻ തരുന്നത്, സംഘടനാ പ്രവർത്തനത്തിനല്ല. അത് യതീമുകളുടെ എന്ന് പറഞ്ഞ് യതീമുകൾക്ക് പോകണം, സംഘടന കൊടുക്കാണ് സംഘടനക്ക്, സ്ഥാപനത്തിനാണെങ്കിൽ സ്ഥാപനത്തിന്. പക്ഷെ യതീമക്കളുടെ വിഷയം ഗൗരവമാണ്, അതിന് പറഞ്ഞു കൊടുക്കുന്നത് വേറെ വഴിക്കെങ്ങാനും ചെലവഴിച്ചാൽ വയറുകളിൽ തീയാണ് തിന്നുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്, എത്രയോ വിഷയങ്ങളുണ്ടാവും. അല്ലാഹു തആല വിഷയങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങൾ നൽകിയാൽ എന്താ ചെയ്യാം? അല്ലാഹു തആല ഇതുപോലെയുള്ള പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, യതീംഖാന നടത്തുന്നവര്, യതീം കുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടി പിരിവടക്കുക, അതൊക്കെ ചെയ്യുന്നവർക്ക് അത് യുക്തമായും തഖ്വയോടും ഇഖ്ലാസോടും കൂടെ ആ വിഷയം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിലൊന്നും ഇങ്ങോട്ട് പറ്റിപ്പോകരുത്, അത് ഭയങ്കര വിഷയമാണ്. ഒരുപാട് എല്ലാ സ്ഥാപനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അങ്ങനെയാണ്. അത്യാവശ്യമൊക്കെ ഒരു ലെവലിലൊക്കെ അറിയപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരു സ്ഥാപനമാവട്ടെ, എന്തിനിങ്ങനെ കുറെ സ്ഥാപനങ്ങൾ, പഠിക്കാൻ മക്കളെ കിട്ടുന്നുണ്ടോ? പഠിക്കാൻ മക്കളെ ആവശ്യമുള്ള സ്ഥലമാണോ? ഉള്ളോടത്ത് ഇല്ലാത്തടത്ത് ഓരോരുത്തരുടെ പേര് ഉള്ള സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ടേ പോരെ? അതിന് പല സമൂഹത്തിന് പുതിയ പുതിയ ബാധ്യതയല്ലേ? ഓരോ തവണ ഓരോ പിരിവിന് വരുമ്പോഴും ഈ സമൂഹമാണ് ഇതൊക്കെ ഏറ്റെടുക്കുന്നത്. അത് ഉസ്താദ്മാര് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. സ്ഥാപനം ഉണ്ടാക്കാൻ വല്ല പണിയുണ്ടോ? അങ്ങനെ പിരിവടത്തിൽ റെസിറ്റ് ബുക്കിണ്ട് ഇറങ്ങിയ പോരെ? 60 റുപ്യക്കാണ് കമ്മീഷൻ, 60%. 100 റുപ്യ കൊടുത്താൽ 60 പോക്കറ്റേക്ക്. ഭയങ്കര അത്ഭുതമാണ്. എന്താണ് ഇതൊക്കെ ഇങ്ങനെ ഹലാലാവോ? എനിക്കറിയില്ല. അല്ലാഹു അലം, എനിക്കറിയുന്നില്ല എന്താണ് അതിന്റെ അവസ്ഥ. 100 റുപ്യ കൊടുത്താൽ, 1 ലക്ഷം റുപ്യ കൊടുത്താൽ 60,000 ഉസ്താദിന്റെ പോക്കറ്റേക്ക്, 40,000 അറബി കോളേജിലേക്ക്. ഇങ്ങനെ പോണത് ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുമ്പോഴേ ഇതിനൊക്കെ സമൂഹം ബാധ്യതയാണ്. ഇതൊക്കെ സമൂഹത്തിന്റെ ഭാരമാണ്. ഇതൊക്കെ നമുക്കുള്ള സ്ഥാപനങ്ങൾ ഭംഗി നടത്താൻ ആവശ്യമുള്ള വിഷയങ്ങൾ ഉണ്ടാവും. ഞാൻ ചിന്തിക്കാറുണ്ട്, ന്യൂ മുസ്ലിംസ്, നമ്മൾ ഒരുപാട് ആളുകൾ പുതു മുസ്ലിമീങ്ങളായി വരുമ്പോഴേ അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ ഉള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ കുറവാണ്. ഒരു ജോലിയോ അവർക്കൊരു സംരക്ഷണമോ അവർക്കൊരു പ്രൊട്ടക്ഷനോ കൊടുക്കേണ്ടി വന്നാൽ ഞാനില്ല. സുബ്ഹാനല്ലാഹ്, ഗൗഡ ഫാമിലിയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായിരുന്നു, ഇന്നലെ കർണാടകയിൽ പോയിരുന്നു. അപ്പൊ ആ ഒരു ചെറുപ്പക്കാരനെ അവിടെ സംരക്ഷിച്ച് ഗൗരവത്തിൽ ആ ചെറുപ്പക്കാരന് വധഭീഷണി വരെ ഉണ്ടായിരുന്നു. ഗൗഡ ഫാമിലി അറിയാലോ, മുസ്ലിമായി, നല്ല ചെറുപ്പക്കാരൻ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, മുസ്ലിമായി. അവന് ഭയങ്കര ഈമാനാണ്. പക്ഷെ ഇവര് മറ്റു പല സംഘടനക്കാരും തട്ടിക്കളയും കൊന്നുകളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയവൻ പോവാണ്. അപ്പൊ ബോംബെയിലെ നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞു, ഒരു മുസ്ലിമായ കച്ചവടക്കാരൻ, പിന്നെ ഇന്നൊരാൾ വരുന്നുണ്ട്, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇയാൾക്ക് ഒരു ജോലി കൊടുക്കുമോ? എന്താണ് കേസ് എന്ന് പറയുമ്പോൾ ഇന്നതാ. എനിക്ക് പേടിയാവുന്നുണ്ട്, എന്റെ സ്ഥാപനം നിർത്തല്ലേ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ. നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു അമ്ന്, സമാധാനം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലേ? എന്നിട്ട് പറയാം, നിങ്ങൾ പേര് ഒപ്പിട്ട് തരണം, മുദ്രകടലാസിൽ എഴുതി തരണം, ഞാൻ സ്വന്തമായിട്ട് തന്നെ മുസ്ലിമായതാണെന്നൊക്കെ ഒപ്പിട്ട് തന്നാലൊക്കെ ഞാൻ വേണം ജോലി കൊടുക്കാം. എന്നാൽ അത്രയും വലിയ ഭീരുത്വം ഈ വിഷയത്തിൽ വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ മുതലാളിമാരൊക്കെ ഒരുപാട് സമ്പത്ത് പല വഴിക്കും ചെലവഴിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾ, വീടില്ലാത്തവരും രോഗത്തിലും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, വളരെ കഷ്ടപ്പെടുന്ന. 2 കണ്ണും നഷ്ടപ്പെട്ട, 2 കണ്ണ്, ഒരു കണ്ണ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഒരു കണ്ണിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പുതു മുസ്ലിം ഉണ്ട് നാട്ടില്, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ നാടെന്നൊന്നും ഞാൻ പറയില്ല, അത് വളരെ കോൺഫിഡൻഷ്യലാണ്. നല്ലൊരു ഉദ്യോഗം ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനാണ്, പക്ഷെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അതിന് ശേഷമാണ് മുസ്ലിം ആയത്. 2ാമത്തെ കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും ദ്വാരക്കെന്ന് പറയണം, അള്ളാഹു സഹോദരന് വളരെ പെട്ടെന്ന് കാഴ്ചശക്തി അള്ളാഹു കൊടുക്കട്ടെ. നല്ല ഈമാനുള്ള ചെറുപ്പക്കാരൻ, ഒരുപാട് അപ്പുറങ്ങളിൽ നിന്ന് വന്ന് വേറൊരു ജില്ലയിൽ വന്ന് താമസിക്കുകയാണ്.
അള്ളാഹു താല അദ്ദേഹത്തിന്റെ കണ്ണിന് അള്ളാഹു പരിപൂർണ്ണ ആഫിയത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ജോലി വേണമെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്ക് ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും, നിങ്ങൾ ജോലി കൊടുക്കുകയും ഒരു മുതലാളിയോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് അത്തരം വിഷയങ്ങളിൽ ഒരു സംരക്ഷണം കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനും ഒരു ഫണ്ട് അല്ലെങ്കിൽ അതുമായുള്ള വിഷയങ്ങൾ, ഒരു ഉദാഹരണം പറയാൻ വേറെയും ആവാം. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ, പെൺകുട്ടികളുടെ തർബിയത്ത്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മൾ എല്ലായിടത്തും അറബി കോളേജ്, എല്ലായിടത്തും യതീംഖാനകൾ, ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും സ്ഥാപനത്തിന് മുമ്പിൽ സ്ഥാപനം, ഇങ്ങനെയൊക്കെ ഒരു അനാവശ്യമായ കോമ്പറ്റീഷനും അനാവശ്യമായ ഒരു അഹങ്കാരം നടിക്കലും അതിനുവേണ്ടി നിരത്ത് പിരിവോട് പിരിവ് സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു. അപ്പോ ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. ദീനിന്റെ വിഷയങ്ങളാണ് ആവശ്യമുള്ളിടത്ത് നമ്മൾ ചെയ്യണം, അനാവശ്യങ്ങൾ ചെയ്യരുത്. ഇത്രയും പറഞ്ഞു. നമ്മൾ സ്ഥാപനം ഉണ്ടാക്കേണ്ടെന്നല്ല പറയുന്നു. പക്ഷേ ആവശ്യമുള്ളിടത്ത്, പള്ളിയിലോട് തന്നെ അവിടെ തന്നെ വേറെ പള്ളി, മദ്രസയിലോട് അതിന് മുമ്പ് തന്നെ വേറെ മദ്രസ, അങ്ങനെയല്ലല്ലോ. ആവശ്യമുള്ള എത്രയോ സ്ഥലങ്ങളില്ലേ, നമ്മൾ അങ്ങോട്ടല്ലേ കൊടുക്കേണ്ടത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബോധം നൽകട്ടെ. ദീനിന്റെ വിഷയങ്ങളിൽ ഹറാമായത് അകത്തേക്കാവുന്ന വിഷയം ഇങ്ങനെ ഒരുപാട് വരും. കമ്മിറ്റിക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കുക. ദീനി സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ പറയാൻ. ഒരു പള്ളിയുടെ സമ്പത്തും ഒരു വ്യക്തിക്കും വായ്പ കൊടുക്കാൻ പാടുള്ളതല്ല. ഒരു പള്ളിയുടെ സമ്പത്താണ്, പള്ളി ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെതാണ്, ഒരു സ്ഥാപനത്തിൻ്റെതാണ്. ഒരു വ്യക്തിക്കും അതിൽ നിന്ന് ഇടപെടാൻ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എടുക്കാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട് പാടില്ല വെച്ചാൽ അത് അമാനത്താണ്. ഒരാളൊരു പൈസ നൽകിക്കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടെ പൈസ അല്ല, അള്ളാഹുവിന്റെ പൈസയാണ്. അത് ഏത് ലക്ഷ്യത്തിന് വേണ്ടി തന്നോ അതിനെ കൊടുക്കാൻ പാടുള്ളൂ. അത് പള്ളിന്റെ ഖജാൻജിയായിരിക്കും. ചിലപ്പോ പള്ളിക്ക് ലക്ഷങ്ങൾ എടുത്തു കൊടുത്ത ആളാണ്, പക്ഷെ 1 ലക്ഷം നാളെ രാവിലെ ഞാൻ തരാം, ഇന്നൊരു പറ്റില്ല. അങ്ങനെ കണിശമായി പോവേണ്ടതാണ് ദീനിന്റെ വിഷയങ്ങൾ. അത്തരം രീതിയിൽ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾ മതി അത്തരം വിഷയങ്ങളിലേക്ക് ഇടപെടാൻ. അത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമാ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ തുടങ്ങി ഇനി ഒരു പിടി വിഷയങ്ങൾ. ഏതെല്ലാം സമ്പത്താണ് അല്ലാഹു തആല നമുക്ക് നിഷിദ്ധമാക്കിയത്, ഹറാമാക്കിയതിലൂടെ കച്ചവടങ്ങളിൽ, പലിശയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ, മറ്റു കച്ചവട സംബന്ധമായ വിഷയങ്ങളിൽ, മറ്റു പൊതുസമ്പത്തുകളിൽ ഏതെല്ലാം അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന വിഷയങ്ങളിലുള്ള ചർച്ച ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ക്ലാസുകളിൽ വഴിയെ നടക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സാഹചര്യം, ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോവാൻ, ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ അകപ്പെട്ടു പോയി, അള്ളാഹുവിന്റെ മുമ്പിൽ പറയാനുള്ള ഒരു കാരണം നമ്മുടെ മുമ്പിലില്ലെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒന്നും നമുക്ക് തൊടാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ നമുക്ക് കാരണമുണ്ട്, അള്ളാഹുവിനോട് പറയാൻ പറ്റുന്ന കാരണം നമ്മുടെ മുമ്പിലുണ്ട്. റബ്ബേ, എന്തുകൊണ്ട് നീ അത് ചെയ്തു എന്ന് ചോദിച്ചാൽ, റഹ്മാനായ റബ്ബേ, എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നുപോയി റബ്ബേ, വേറെ നിവൃത്തില്ലായിരുന്നു, അതുകൊണ്ട് എന്ന് അള്ളാഹിനോട് പറയാൻ പറ്റിയ കാരണം നമ്മുടെ മുമ്പിലുണ്ടോ? അലല്ലാഹ്, നിങ്ങളും മുമ്പിലാണ്. അല്ലാത്ത വിഷയങ്ങളിൽ മുഴുവനും ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്തിന്റെ ഫിത്ന വരുന്നത് പൈസയുടെ വിഷയങ്ങളിലാണ്. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് മനസ്സിലാക്കണം, മനസ്സിലായ വിഷയങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. മുസ്തബിഹത്തായ വിഷയങ്ങൾ നമ്മൾ ചോദിച്ചറിയുക. അല്ലാഹു ഹലാലോ ആയിട്ടും ഹറാമായും മനസ്സിലാക്കിയും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.